हरे कृष्ण माताजी. हरे कृष्ण माताजी. हरे कृष्ण. ഹരേ കൃഷ്ണ. സ്ക്രീൻ ഷെയർ കാണുന്നുണ്ടോ? ഉണ്ട് മാതാജി. സ്ക്രീൻ ഷെയർ ഉണ്ട് മാതാജി. അതെ, ഇതില്ലേ വൈഷ്ണവ ആചാരങ്ങൾ തുടർച്ച എന്നും പറഞ്ഞു. കാണാം. ആ ശരി ശരി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. മൂകം കരോതി വാചാലം ഭംഗം ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപ കഥാമഹം ദദാതി സ്വപദാന്തിഹം. വന്ദേഹം ശ്രീഗുണോ ശ്രീയുതപദകമലം ശ്രീഗുരുവും വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശാം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപീശ ഗോപികാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി ശ്രീരാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചകൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യേവ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനിധി നാമിനെ. നമാചാര്യപാദായ നിധായ കൃപപ്രദായിനെ ഗൗരഗദാധാമദായ നഗരഗ്രാമതാരിണെ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ രാധാ ഗോവിന്ദ മന്ദിർ ഇസ്കോൺ മാംഗ്ലൂരിന്റെ മുതിർന്നവർക്കായിട്ടുള്ള ഭക്തി സഞ്ചാർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻട്രൊഡക്ഷനിലെ 3-ാം ഭാഗമാണ് കാണുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകൾ നമ്മൾ വൈഷ്ണവ ആചാരങ്ങളെ കുറിച്ച്, വൈഷ്ണവ എറ്റിക്കേറ്റ് ആചാരങ്ങളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. എന്തൊക്കെ മനസ്സിലാക്കി എന്നുള്ളത് ആർക്ക് പറയാം? ഹരേ കൃഷ്ണ. വൈഷ്ണവ ആചാരങ്ങളിൽ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്? എന്താണ് വൈഷ്ണവ ആചാരം എന്ന് പറയുന്നത്? അതിലെന്തൊക്കെ നമ്മൾ മനസ്സിലാക്കി? ഹരേ കൃഷ്ണ. അതിൽ നമ്മുടെ പങ്കെന്താണ് എന്നുള്ളതും പറയണം. ഹരേ കൃഷ്ണ. ആർക്ക് പറയാം? ഓരോരുത്തരായിട്ട് കുറേശ്ശെ പറഞ്ഞാൽ മതി. നമ്മുടെ ഇസ്കോൺ ഫൗണ്ടർ ആരാന്നറിയാം? ഹരേ കൃഷ്ണ മാതാജി. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സംസ്കാരത്തെ പറ്റിയാണ് പറഞ്ഞത്. സംസ്കാരം, ഏതെല്ലാം സംസ്കാരങ്ങളുണ്ട്, എന്താണ് സംസ്കാരം, അതെങ്ങനെയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതെ അതെ. പിന്നീട് വേറെ എന്താ മനസ്സിലാക്കി? ഹരേ കൃഷ്ണ. ധർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലേ? ധാർമ്മിക നിയമങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. മോറൽ കോഡ് അല്ലേ? ധാർമ്മിക നിയമങ്ങൾ, അതിനെക്കുറിച്ച് വിവിധ സംസ്കാരങ്ങളിൽ ധാർമ്മിക മൂല്യങ്ങളുടെ നിയമങ്ങളുണ്ട്, ധാർമ്മിക നിയമങ്ങളുണ്ട്. അത് പാലിക്കാത്തത് അധാർമികതയാണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ വേറെ എന്താണ് നമ്മൾ പഠിച്ചത്? ഹരേ കൃഷ്ണ. വേറെ എന്തൊക്കെ നമ്മൾ പാലിക്കണം? നമ്മൾ സനാതന ഗോസ്വാമിയുടെ കാര്യം പറഞ്ഞു, ചൈതന്യ മഹാപ്രഭുവിന്റെ കാര്യം പറഞ്ഞു. അത് എന്താണ്? ചൈതന്യ മഹാപ്രഭു എന്ത് ചെയ്തു? 15-ാം നൂറ്റാണ്ടില് സനാതന ഗോസ്വാമിയോട് എന്താവശ്യപ്പെട്ടു? ഈ വൈഷ്ണവ
നിയമങ്ങളെല്ലാം ആചാരങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഒരു ഗ്രന്ഥ രൂപത്തിലാക്കണം. വരും തലമുറകൾക്കെല്ലാം അത് മനസ്സിലാക്കാനും അത് അതേപോലെ പാലിക്കാനും, നിയമങ്ങളിൽ ഒരു വ്യത്യാസവുമില്ലാതെ പാലിക്കാനും. കാരണം എന്താണ്? നമുക്ക് 32 ഗുരുക്കന്മാരിലൂടെയാണ് നമ്മൾ ഇത് മനസ്സിലാക്കി വന്നത്. അപ്പൊ ആ 32 ഗുരുക്കന്മാരിലൂടെ നമ്മൾ കൈമാറി വരുന്ന കാര്യങ്ങൾ, ആചാരങ്ങൾ നമ്മൾ അതിൽ ഒട്ടും മൂല്യചോഷണം വരാനായിട്ട് പാടില്ല. മൂല്യചോഷണമില്ലാതെ അത് നമുക്ക് എന്ത് ചെയ്യണം? പാലിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അത് ക്രോഡീകരിക്കാനായിട്ട് സനാതന ഗോസ്വാമിയോട് പറയുകയും അദ്ദേഹം അത് അനുസരിക്കുകയും ചെയ്തു. അതിന്റെ പേരെന്താണ്? ബുക്കിന്റെ പേരെന്താന്ന് നമ്മൾ പഠിച്ചോ? ഹരേ കൃഷ്ണ. പേരെന്താന്നാ പഠിച്ചത്? ആ ബുക്ക് ക്രോഡീകരിച്ച ബുക്കിന്റെ പേര്? ഹരേ കൃഷ്ണ. ഹരി ഭക്ത വിലാസം അല്ലെ? ഹരി ഭക്ത വിലാസം. അതിന് ശ്രീല പ്രഭുപാദ് ധാരാളമായിട്ട് വിശദമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ രചിക്കുകയും അത് അദ്ദേഹം എന്ത് ചെയ്തു? തന്റെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുകയും തന്റെ ശിഷ്യന്മാര് അവർ വരുത്തുന്ന തെറ്റുകൾ അപ്പോഴപ്പോഴും അദ്ദേഹം അത് തിരുത്തി അവരെ യഥാർത്ഥ ഭക്തന്മാരായിട്ട് മാറ്റുകയും ചെയ്തു എന്ന് നമ്മൾ പഠിച്ചു. അപ്പോ അത് നമ്മൾ എന്ത് പഠിക്കുന്നു അത് നമ്മൾ എന്ത് ചെയ്യണം? ഗുരുക്കന്മാരാണെങ്കിൽ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കണം. അതേപോലെ തന്നെ ഭക്തരാണെങ്കിൽ മറ്റു ഭക്തർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഭക്തിയിലേക്ക് കൊണ്ടുവരാനായിട്ട്, കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഓരോരുത്തരും ശ്രമിക്കണം. അത് പക്ഷെ എങ്ങനെ ആയിരിക്കണം? മൂല്യങ്ങളൊന്നും നഷ്ടപ്പെടാതെ യഥാർത്ഥമായിട്ട് യഥാരൂപത്തിൽ തന്നെ നമ്മൾ കൈമാറേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഗുരുക്കന്മാരുടെ പാത പിന്തുടരണം, അവരുടെ വാക്കുകൾ അതേപോലെ അനുസരിക്കണം എന്ന് പറയുന്നത്. നമ്മളായിട്ട് ഒന്നും അതിൽ കൂട്ടിച്ചേർക്കാനായിട്ട് പാടില്ല എന്നുള്ളത് പറയുന്നത്. അപ്പൊ നമ്മൾ ഭക്തരുടെ ചുമതലയാണ് ഈ 12 ഗുരുക്കന്മാർ കാലാകാലങ്ങളായിട്ട് കൈമാറി നമുക്ക് തന്നിരിക്കുന്ന ഈ ധർമ്മ ആചരണങ്ങള്, വൈഷ്ണവ ആചാരങ്ങള് നമ്മൾ പാലിക്കുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് അവരെയും ഈ കൃഷ്ണാവ ബോധത്തിലും വൈഷ്ണവ സംസ്കാരത്തിലേക്കും കൊണ്ടുവരേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ചുമതലയാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഭക്തർ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടിയായിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചു പ്രാഥമിക തത്വങ്ങളുണ്ട്, പിന്നെ രണ്ടാം തരം തത്വങ്ങളുണ്ട്. അതിന് നമ്മൾ ഗൗണ വിധി ഭക്തി എന്ന ആചാര്യന്മാർ പറഞ്ഞു എന്ന് പറഞ്ഞു. അതായത് എന്താണത്? ആർക്ക് പറയാം? എന്താണ് ഒന്നാം തരവും രണ്ടാം തരവും എന്ന് പറയുന്നത് തത്വങ്ങൾ? ഹരേ കൃഷ്ണ. ഇവിടെ ഈ സ്ലൈഡിൽ കുറച്ച് ഞാൻ ഹെഡിങ്സ് ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. പ്രാഥമിക ഇത് കാണിച്ചിട്ടുണ്ട്. ഭഗവത് പൂജ, ഭക്തി, പ്രസാദ സേവ, ഇതൊക്കെയാണ് ഒന്നാം തരം. രണ്ടാം തരം എന്ന് പറഞ്ഞത് പൂജയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ എന്ന് പഠിച്ചു. ഉദാഹരണമായിട്ട് കുളി, ശുദ്ധ വസ്ത്രം ധരിക്കൽ, സസ്യാഹാരം, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കൽ എന്ന്. ഇതിനെല്ലാം നമ്മൾ ഉദാഹരണവും പറഞ്ഞു. കുളിയും ശുദ്ധ വസ്ത്രം ധരിക്കലും സാധാരണ എല്ലാവരും വൃത്തിബോധമുള്ളവരൊക്കെ ചെയ്യുന്നത് എന്ന് വെച്ചിട്ട് അവർ വൈഷ്ണവരാകണമെന്നില്ല. അതേപോലെ തന്നെ പ്രാവുകളും സസ്യാഹാരം ആണ് കഴിക്കുക. അതേപോലെ മനുഷ്യരിലും പലരും സസ്യാഹാരം കഴിക്കുന്നു എന്ന് വെച്ച് അവർ വൈഷ്ണവരാകണമെന്നില്ല. അതേപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാത്തവരും ഭക്തിയിലെത്തണമെന്നില്ല. പക്ഷെ അതൊക്കെ അവരുടെ ആരോഗ്യത്തിന് മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളായിട്ട് മാത്രം നിൽക്കാം. ഏതില്ലെങ്കിൽ ഭഗവത് സേവനം ഇല്ലെങ്കിൽ. അപ്പൊ പൂജയ്ക്കുള്ള തയ്യാറെടുപ്പുകളായിട്ടാണ് ഇതിനെല്ലാം കണക്കാക്കുന്നത്. കുളി, ശുദ്ധ വസ്ത്രം ധരിക്കൽ, സസ്യാഹാരം, നിയമങ്ങളെല്ലാം അതിലായിട്ടാണ് വരിക. അപ്പം ഭഗവത് ഭക്തി ഉണ്ടെങ്കിൽ, ഭഗവാനെ സേവിക്കുകയാണെങ്കിൽ, പൂജകൾ ചെയ്ത് സേവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭക്തിയുത സേവനം ചെയ്യുകയാണെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഭക്തനായിട്ട് മാറുന്നുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത നമ്മൾ യമനിയമങ്ങൾ, റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ്, നിയന്ത്രിത തത്വങ്ങളാണ്. അവയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അവയുടെ പ്രാധാന്യം അത്രയ്ക്കുള്ളത് കൊണ്ടാണ് യമനിയമങ്ങൾ ഒരു ഭക്തൻ ഉറപ്പായിട്ടും നിശ്ചയമായിട്ടും പാലിക്കേണ്ടതാണ്. യമനിയമങ്ങൾ അത് നമ്മൾ പാലിച്ചേ പറ്റൂ. ഒരു ഭക്തനാണെങ്കിൽ, ഒരു വൈഷ്ണവനാണെങ്കിൽ അത്
നിർബന്ധമായിട്ടും പാലിക്കണം. അതുകൊണ്ട് ദീക്ഷാപ്രതിജ്ഞയിലും അതുകൊണ്ടാണ് അത് ചേർത്തിരിക്കുന്നത്. എന്ന് വെച്ചാല് ഞാൻ യമനിയമങ്ങൾ തെറ്റാതെ പാലിക്കും, 16 മാല ജപിക്കും, അതേപോലെ തന്നെ ഗുരുവിന് സേവ ചെയ്യും. വാണി സേവയോ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യും. നമുക്കിപ്പോ വാണി സേവയെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ, അത് ചെയ്യും. അതേപോലെ ഗുരുവിന്റെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാനായിട്ട് ഗുരുവിനെ നമ്മൾ സഹായിക്കും. എന്ന് വെച്ചാൽ ഗുരു പറയുന്നത് അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഗുരുവിന്റെ ഗുരുവാണ് ശ്രീല പ്രഭുപാദർ. അപ്പൊ അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇതാണ്, എല്ലായിടത്തും എമ്പാടും എന്ത് ചെയ്യുക, കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുക എന്നത്, ഓരോരുത്തരുടെയും കൃഷ്ണാവബോധത്തിൽ കൊണ്ടുവരിക എന്നത്, അതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അപ്പൊ ആ ലക്ഷ്യം നടപ്പിലാക്കാനാണ് നമ്മുടെ ദീക്ഷാഗുരുവും ശിക്ഷാഗുരുക്കന്മാരും പ്രവർത്തിക്കുന്നത്. പ്രഭുപാദരുടെ വാക്ക് അതേപോലെ പാലിച്ച് അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ നിർദ്ദേശമാണ് പാലിച്ചിരുന്നത്. അപ്പോ ഭക്തി വികാസത്തിന് ഇതെല്ലാം യമനിയമങ്ങളെല്ലാം പ്രചോദനം ചെയ്യും, നമ്മളെ അത് കൂടുതലായിട്ട് സഹായിക്കും എന്നാണ്. നമ്മൾ യമനിയമങ്ങൾ നമ്മൾ ലഹരി സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക തുടങ്ങിയവയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അറിയാതെ തന്നെ നമ്മളിൽ മാറ്റങ്ങൾ വരും. മാംസാഹാരം കഴിക്കാതിരിക്കുക, അപ്പൊ ശരീരത്തിലും മാറ്റം വരും, അതനുസരിച്ച് മനസ്സിലെ മാറ്റങ്ങൾ വരും. അപ്പൊ നമ്മൾ തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിൽ നിന്നും എല്ലാം സത്വഗുണത്തിലേക്ക് എത്തിച്ചേരാനും ക്രമേണ ശുദ്ധ സത്വഗുണത്തിൽ എത്തിച്ചേരാനും അങ്ങനെ നമുക്ക് ഭഗവാനോട് കൂടുതൽ അടുക്കാനും അവസാനം ഭഗവാനിൽ എത്തിച്ചേരാനും നമുക്ക് സാധിക്കും. അപ്പൊ ഭക്തി വികാസത്തിന് ഈ യമനിയമങ്ങളെല്ലാം സഹായിക്കും എന്നാണ് നമ്മൾ പഠിച്ചത്. ഹരേ കൃഷ്ണ. അപ്പൊ ഇത് നമ്മൾ പഠിച്ചതാണ് ആത്മാവിന്റെ യഥാർത്ഥ ഗുണങ്ങൾ. ഇത് പ്രദർശിപ്പിക്കും യമനിയമങ്ങളെല്ലാം. 4 പ്രധാന യമനിയമങ്ങൾ ആരാ പറയുക? ഹരേ കൃഷ്ണ. 4 പ്രധാന യമനിയമങ്ങൾ. ഹരേ കൃഷ്ണ. മുട്ട ഒഴിവാക്കുക, ചൂതുകളി, അതെ, പിന്നെ ചൂതുകളി, പിന്നെ അവിഹിത ലൈംഗിക ബന്ധം, പിന്നെ ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കുക, അഹിംസ, പിന്നെ ഏതാണ്? ലഹരി സാധനങ്ങൾ ഒഴിവാക്കുക, ചൂതുകളി ഒഴിവാക്കുക, അവിഹിതമായിട്ടുള്ള ലൈംഗിക ബന്ധം ഒഴിവാക്കുക. ഇതൊക്കെ ഓരോന്ന് ചെയ്യുന്നത് അതിന്റെ ഗുണങ്ങളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. വിവാഹ ഇതര ബന്ധങ്ങൾ ഒഴിവാക്കുമ്പോൾ അത് ആന്തരികമായും ബാഹ്യമായുമുള്ള പരിശുദ്ധിയും പവിത്രതയും നിലനിർത്തും എന്നാണ് പറയുന്നത്. നമ്മൾ പൊതുവെ പവിത്രതയുള്ളവരാണ്, പരിശുദ്ധരാണ്. കാരണം എന്താ? നമ്മളെല്ലാം ഭഗവാന്റെ അംശമാണ്. അപ്പൊ ഭഗവാന്റെ ഗുണങ്ങളെല്ലാം നമ്മളിൽ ഉണ്ടാകും, അല്ലേ? ആ ഗുണങ്ങൾ നമ്മൾ നിലനിർത്തുമ്പോൾ ഏത് വേണം? വിവാഹ ഇതര ബന്ധങ്ങൾ ഒഴിവാക്കണം. അപ്പൊ അതാകുമ്പോ നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും, അതാണ് ആന്തരിക ബാഹ്യ പരിശുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്ക് എന്ത് ചെയ്യും? പവിത്രത ഉണ്ടാകും എന്നുള്ളതാണ്. രണ്ടാമത്തത് സ്വമേധയ സ്വീകരിക്കുന്ന ത്യാഗം അല്ലെങ്കിൽ തപസ്. അപ്പോ ധാരാളമായിട്ട് ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്നവർ, അത് ലിക്കർ മാത്രമാകണമെന്നില്ല, പിന്നെ ഏതാണ് നമ്മുടെ ചായ, കാപ്പി, ഉള്ളി, വെളുത്തുള്ളി, അതേപോലെ ചില വസ്തുക്കൾ അല്ലാതെ തന്നെ ചില വസ്തുക്കളൊക്കെ ഉണ്ട്. അവയെല്ലാം ഉപയോഗിക്കാതിരിക്കണം. അത് ആരും നിർബന്ധിച്ചല്ല. നമ്മളിപ്പോ ചായ കുടിക്കത്തില്ല, കാപ്പി കുടിക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? മാംസാഹാരം കഴിക്കത്തില്ല, മത്സ്യം, മുട്ട, മാംസം ഇവയൊന്നും കഴിക്കത്തില്ല. സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്നവർ അതൊക്കെ നമ്മൾ ത്യജിക്കുകയാണ്, അല്ലെ? അതൊരു ത്യാഗമാണ്. തപസ് എന്ന് പറയുന്നതും ത്യാഗമാണ്. ഭൗതികതയിൽ നിന്നുള്ള ഒരു മാറ്റമാണ് തപസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൗകിക ജീവിതത്തിൽ നിന്ന് ആധ്യാത്മിക തലത്തിലേക്ക് നമ്മൾ മാറുന്നതാണ് തപസ്. അപ്പൊ അതാണ് ത്യാഗം. നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിനെയാണ് ത്യാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ കുറെ വസ്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. അവ ഉപയോഗിക്കാതിരിക്കുക. സത്യസന്ധത എന്ന് പറയുമ്പോൾ ഏതാണ്? ചൂതുകളി തുടങ്ങിയവ, പിന്നെ ഷെയർ മാർക്കറ്റിങ്, അങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങൾ ഇതിൽ പെടും. എന്ന് വെച്ചാൽ മറ്റുള്ളവർ ചതിച്ച് പണം സമ്പാദിക്കുന്നതിനെയാണ് നമ്മൾ ചൂതുകളി എന്നുള്ള ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ കാർഡ്സ് കളിക്കുക എന്നല്ല അതിന് ഉദ്ദേശിക്കുന്നത്. ഏതാണ്?
ശരിയായ മാർഗത്തിൽ അല്ലാതെ പണസമ്പാദനം നടത്തുന്നത് എന്തും ഏതിൽ പെടും? ചൂതുകളിൽ പെടും. അടുത്ത അനുകമ്പ, ദയ. എന്താണ്? നമ്മൾ മറ്റു ജീവജാലങ്ങളോട് നമുക്ക് അനുകമ്പയില്ല, സിമ്പതി ഇല്ലാത്തതും അവരോട് ഒരു ദയ, കൈൻഡായിട്ട് നമ്മൾ പെരുമാറാത്തതും, അതാണ് അഹിംസ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആവശ്യമില്ലാതെ നമ്മൾ ജന്തുക്കളെയും ജീവജാലങ്ങളെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൊല്ലുകയും മറ്റും ചെയ്യുന്നു, ഉപദ്രവിക്കുകയും ചെയ്യുന്നു. ഇത് അഹിംസ എന്ന് പറയുമ്പോൾ കൊല്ലുക മാത്രമല്ല, ഉപദ്രവിക്കുന്നതും എല്ലാം അഹിംസയിൽ പെടും. നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത യമങ്ങൾ പഠിക്കുമ്പോൾ അതിൽ വരും. അടുത്ത് ഏതാണ്? ഇത് മൊത്തത്തിൽ ഒന്ന് പറഞ്ഞതാണ് ഈ ധാർമ്മികത. അപ്പൊ ഇവിടെ വൈഷ്ണവ സംസ്കാരത്തിലെ ആചാരങ്ങളിൽ യമനിയമങ്ങൾ മാത്രമല്ല, അതിനോടൊപ്പം ധാർമ്മികതയും ധാർമ്മിക നിയമങ്ങളും പാലിക്കണം. ആ ധാർമ്മിക നിയമങ്ങൾ 2 തരത്തിലുണ്ട്. നമ്മൾ പഠിച്ചതാണ്, പലരും ക്ലാസ്സിൽ കയറിയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് ഒന്ന് പറഞ്ഞു പോകുന്നതാണ്. അത് അവർക്കൊന്ന് ഒരു കണക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ധാർമ്മികത 2 തരത്തിലാണ്. ഒന്ന് വ്യക്തിപരം, നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുന്നത്. അത് നമ്മൾ ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ്. അത് ഭഗവത് ബന്ധത്തിനുള്ള, ബന്ധനം എന്നല്ല, ബന്ധത്തിലുള്ള വ്യക്തിപരമായ അച്ചടക്കമായിട്ട് മാറുന്ന ബന്ധത്തിലുള്ള. അപ്പൊ ഭഗവാന്റെ കൂടുതൽ ഭഗവാനിലേക്ക് അടുപ്പിക്കാനായിട്ട് നമുക്ക് ഈ ധാർമ്മികത, മോറൽ പ്രിൻസിപ്പിൾസ് നമ്മൾ പാലിക്കുമ്പോൾ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. രണ്ടാമത്തത് ഏതാണ്? സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളാണ്, മറ്റു വ്യക്തികളുമായിട്ട് ചേർന്ന് ചെയ്യുന്നതാണ് രണ്ടാമത്തെ കാര്യമായിട്ട് പറയുന്നത്. അത് ഏതാണ്? നമ്മൾ സങ്കീർത്തനം ചെയ്യുക, പിന്നെ ഏതാണ്? ഉദാഹരണമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. നമ്മൾ ക്ഷേത്രത്തിലെ ആരാധനയ്ക്ക് പോവുക, അവിടുത്തെ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുക. അവിടെ ഇപ്പൊ നമ്മളിപ്പോ ചുറ്റുവിളക്ക് കത്തിക്കുന്നു, ഒരാളല്ല കത്തിക്കുന്നത്. ഇപ്പൊ ഒരാളാണത് ഭഗവാൻ ഓഫർ ചെയ്തതെങ്കിലും എന്ത് ചെയ്യും? അവിടെ വരുന്ന എല്ലാ ഭക്തന്മാരും അതിൽ പങ്കെടുക്കും വിളക്ക് കത്തിക്കാനായിട്ട്. അമ്പലത്തിന്റെ ചുറ്റുമുള്ള വിളക്കല്ലേ, അപ്പൊ അത്രയും ചെയ്യാനായിട്ട് എല്ലാവരും അതിന് സഹായിക്കാം. അപ്പൊ അവിടെ നമ്മൾ മറ്റു സമൂഹവുമായിട്ടുള്ള ബന്ധമായിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ പല ഭഗവാനുമായി ബന്ധപ്പെടുന്ന പല കാര്യങ്ങളും ഏതാണ്? നമ്മൾ കൂട്ടമായിട്ട് ചെയ്യും. ഇപ്പൊ ഭാഗവത വായന, സപ്താഹം, അതേപോലെ തന്നെ നമ്മൾ ഏകാദശിക്ക് നമ്മൾ സമ്പൂർണ്ണ ഗീതാ പാരായണം വയ്ക്കും. അപ്പൊ അതിൽ നമ്മൾ പങ്കെടുക്കും. അത് ഓരോരുത്തരും ഇങ്ങനെ കൂട്ടായിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ഭഗവാനെ വാഴ്ത്തുകയും അതേപോലെ ആരതി ഒഴിയുകയും ഒക്കെ ചെയ്യുന്നത് കൂട്ടായിട്ടാണ്. അങ്ങനെ നമ്മൾ ഏതാണ്? എല്ലാ തലത്തിലുള്ള ഭക്തന്മാരും അവിടെ പെടും. ഇപ്പൊ കനിഷ്ഠാധികാരിയും മധ്യമാധികാരിയും ഉത്തമാധികാരിയും എല്ലാം അവിടെ വരും. അപ്പൊ അവരോടൊപ്പം ചേർന്ന് നമ്മൾ ചെയ്യും. മറ്റേത് നമ്മൾ വീട്ടിൽ വെച്ചിട്ടുള്ള ഭഗവാനും നിവേദ്യം ഉണ്ടാക്കുന്നു, അർപ്പിക്കുന്നു. വ്യക്തിപരമായിട്ട് വരുമ്പോ നമ്മൾ ആരതി ചെയ്യുന്നു, ഒറ്റയ്ക്ക് ആരതി ചെയ്യുന്നു. മംഗളാരതി ക്ഷേത്രത്തിന്റെ അത് തൊഴാനായിട്ട് നമ്മൾ അതിൽ പങ്കെടുക്കുമ്പോൾ അത് കൂട്ടായിട്ടുള്ള ഇതായിട്ട് വരും. ഒത്തിരി പേരതിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒറ്റയ്ക്ക് വീട്ടിൽ ചെയ്യുന്നത് തുളസി ആരതി ചെയ്യുന്നു, ഗുരു ആരതി ചെയ്യുന്നു. അതെല്ലാം നമ്മൾ വ്യക്തിപരമായിട്ട് ചെയ്യുന്നതാണ്. നാമജപം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ വീട്ടിലുള്ളവരുമായിട്ട് കുടുംബമായിട്ട് ചെയ്യുന്നു. അപ്പൊ അതെല്ലാം വ്യക്തിപരത്തിൽ പെടും. കുടുംബത്തിലുള്ളതാകുമ്പോഴും വ്യക്തിപരം. മറ്റ് സമൂഹത്തിലെ സൊസൈറ്റിയിലെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഭക്തിഗത സേവനങ്ങൾ ചെയ്യുന്നു. രണ്ടും ഭക്തിഗത സേവനമാണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ധാർമ്മികതയിൽ പെടുന്നതാണ്. സമൂഹം നിശ്ചയിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. സമൂഹം എന്ന് പറയുമ്പോൾ വൈഷ്ണവ സമൂഹം നിശ്ചയിച്ചിട്ടുള്ളതാണ്. സമൂഹം എന്ന് പറയുമ്പോൾ മൊത്തത്തിലല്ല, വൈഷ്ണവ സമൂഹം. അപ്പൊ വൈഷ്ണവ സമൂഹത്തിൽ 2 തരം ധാർമ്മികതയും ഭഗവാനുമായുള്ള അടുപ്പത്തിന് ഇടയാക്കുന്നു. നമ്മൾ ഒറ്റയ്ക്കാണോ കൂട്ടായിട്ടാണോ ചെയ്യുന്നത്? രണ്ടായാലും ഫലം ഒന്ന് തന്നെ. അത് നമുക്ക് ഭഗവാനോട് കൂടുതൽ അടുക്കാനായിട്ട് സഹായിക്കുന്നു. നമുക്ക് മാനസികമായിട്ട് എന്ത് ചെയ്യുന്നു? അതിലൊരു രുചി വരുന്നു, അല്ലേ? അപ്പൊ നമ്മൾ അത് രുചി വരുമ്പോൾ നമ്മൾ അത് നിത്യമായിട്ട് ചെയ്യുന്നു എന്നുള്ളത്. അവിടെ 9 സ്റ്റേജസ് അവിടെയും വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് അവിടെ സാധിക്കുന്നു. ഓരോ സ്റ്റേജ് കഴിഞ്ഞ് നമ്മൾ മുകളിലോട്ട് പോയി ഭഗവാൻ ശുദ്ധഭക്തരായിട്ട് മാറാനും ഭാവത്തിലും പ്രേമത്തിലും ഒക്കെ എത്താനും നമുക്ക് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഭഗവത് പ്രേമം, കൃഷ്ണപ്രേമം, അതാണ് നമുക്ക് അവസാന ലക്ഷ്യം. അതാണ്. അപ്പൊ ഈ ധാർമ്മികത എല്ലാ സമൂഹത്തിലും അതിൽ നിന്നുള്ള
വ്യതിചലനം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സമൂഹത്തിലുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ ഏതാണ് ഫോളോ ചെയ്യാത്തവര്, അത് അതേപടി പിന്തുടരാത്തവർ എല്ലാ സമൂഹങ്ങളിലും ഉണ്ടായിരുന്നു. പാശ്ചാത്യ നാടുകളിൽ അത് വളരെയധികം കാണാൻ സാധിച്ചു. ഇന്ത്യൻ സമൂഹത്തിലും 1860കളില് ധാരാളമായിട്ട് വൈഷ്ണവ നിയമങ്ങളിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഗുരുക്കന്മാരുടെ ഇടപെടൽ മൂലം അത് എന്താ ചെയ്യാൻ പറ്റി, പഴയ രീതിക്ക് വൈഷ്ണവ സംസ്കാരം, ആചാരങ്ങൾ അതേപോലെ നിലനിർത്താനായിട്ട് സാധിച്ചു. അപ്പൊ മനുഷ്യൻ എന്ത് ചെയ്തു, കൂടുതൽ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുക, അങ്ങനെയുള്ള ചായ കാപ്പി കൂടുതൽ ഉപയോഗിക്കുക, അധാർമികമായിട്ട് പെരുമാറുക, ലിക്കർ കൂടുതൽ, നമ്മൾ പറഞ്ഞ യമനിയമങ്ങളില്ലേ അതൊക്കെ പാലിക്കാതെ അതെല്ലാം ചെയ്ത് സമൂഹം എന്ത് ചെയ്യുന്നു, ഒരു അധപ്പതിച്ച രീതിയിലോട്ട് മാറുകയുണ്ടായി 19-ാം നൂറ്റാണ്ട് 1860കളിൽ എന്നാണ് പറയുന്നത്. അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണം ആരംഭിച്ച കാലഘട്ടത്തിൽ പാശ്ചാത്യ സംസ്കാരം ഇവിടെ നിന്ന് നിലവിൽ വരാൻ തുടങ്ങിയപ്പോൾ ഇവിടുത്തെ ഭാരതീയ സംസ്കാരത്തിന് കാൾ മെച്ചം അതാണെന്ന് തോന്നി. നമുക്ക് പറയാം വിഡ്ഢികൾ എന്ന് പറയാം. അവരെന്ത് ചെയ്തു, പാശ്ചാത്യ സംസ്കാരത്തിന്റെ കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ സംസ്കാരത്തിനും ഭാരത സംസ്കാരത്തിനും അതേപോലെ തന്നെ വൈഷ്ണവ സംസ്കാരത്തിന് മൊത്തത്തില് വീഴ്ച വരാൻ തുടങ്ങി. പക്ഷെ യഥാ സമയത്ത് ഗുരുക്കന്മാർ ഇടപെട്ടത് കൊണ്ട് എന്ത് ചെയ്തു, അതിൽ നിന്നും വൈഷ്ണവ സമൂഹത്തെ രക്ഷിക്കാനായിട്ട് സാധിച്ചു. ഇവിടെ ഭക്തന്മാരുടെ കടമകളും പറയുന്നു. ആചാര്യന്മാർ അവരുടെ പങ്ക് വഹിച്ചു. ഭക്തന്മാര് എന്ത് ചെയ്യണം, നമ്മളെ ഓരോരുത്തരുടെയും കടമകള് ചെയ്യണം. കാരണം എന്താണ്, അപ്പൊ എന്താണ് എന്നറിഞ്ഞാലേ നമുക്ക് കടമകൾ ചെയ്യാൻ പറ്റും. അതൊക്കെ വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അത് അപ്പൊ എന്താണ് സദാചാര തത്വങ്ങൾ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വൈഷ്ണവ സമൂഹത്തിലെ തത്വങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതാണ് യമനിയമങ്ങൾ എന്ന് നമ്മൾ പൊതുവെ പറഞ്ഞത്. അപ്പൊ അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അടിസ്ഥാന സദാചാര തത്വങ്ങൾ, യമനിയമങ്ങളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ ജീവിതത്തിൽ സമതുലന അവസ്ഥ നമുക്കുണ്ടാകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്താണ്, ഒരു ബാലൻസ്ഡ് ലൈഫ് നമുക്ക് നയിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. നമ്മൾ രണ്ട് എക്സ്ട്രീം, അങ്ങേയറ്റവും ഇങ്ങേയറ്റവും അല്ല, നമ്മളൊരു മിഡിൽ പാത്ത്, മധ്യമ അവസ്ഥയിലോട്ട്. ഇപ്പം പണമുള്ളവരെല്ലാം ധാരാളിത്തം കാണിക്കും, ധൂർത്ത് അല്ലെ, അത് അങ്ങേയറ്റത്തെ എക്സ്ട്രീം. അതേസമയം ചിലർക്ക് ഭയങ്കര പിടുത്തമായിരിക്കും. അപ്പൊ അവര് ആവശ്യത്തിന് പണം ചെലവാക്കാതെ ഇങ്ങേയറ്റം പോകും, പിശുക്ക് കാണിക്കും. അതല്ല, അപ്പൊ നമുക്ക് ആവശ്യത്തിനെല്ലാം ചെലവാക്കി അനാവശ്യമായിട്ട് ചെലവാക്കാതെ, ആവശ്യത്തിന് ചെലവാക്കാതെയും ഇരിക്കരുത്. അങ്ങനെ എന്ത് ചെയ്യണം, ഒരു മധ്യമ പദത്തിൽ പോകുമ്പോൾ നമുക്ക് ഭൗതിക ജീവിതവും സ്വസ്ഥമാകും. അതേപോലെ തന്നെ ആധ്യാത്മികതയിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാനും ഒരു ശ്രമം നടത്താനും പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആധ്യാത്മികതയിലോട്ട് ശ്രദ്ധ തിരിക്കും. അതേസമയം അങ്ങേയറ്റം ധൂർത്തായിട്ട് നടക്കുന്നവർക്ക് അതിനെക്കുറിച്ചുള്ള ചിന്ത വരത്തില്ല. ഇങ്ങേയറ്റം കിടക്കുന്നവർക്കും ചിലപ്പോൾ ചിന്ത വരത്തില്ല. അവർക്ക് ആദ്യം ഭക്ഷണമാണ് വേണ്ടത് അല്ലെ. അപ്പൊ അതേപോലെ ദാരിദ്ര്യം ഉള്ളവർക്കും ബുദ്ധിമുട്ടാകും. അതേപോലെ തന്നെ പിശുക്ക് കൂടുതലായിട്ടുള്ളവര്, ഇപ്പൊ ഒരു പൂജ നടത്തണം എന്ന് പറയുമ്പോൾ അതിന് ഇത്രയും പൈസ ചെലവാകത്തില്ലേ, എന്നാ വേണ്ട നമുക്ക് എന്ന് വിചാരിക്കും. മറ്റവര് വെറുതെ പേരിന് വേണ്ടിയിട്ട് ആളുകളെ കാണിക്കാൻ വേണ്ടി പൈസ ചെലവാക്കുന്ന പണക്കാരും ഉണ്ട്. അപ്പൊ അതല്ല വേണ്ടത്. ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, എല്ലാം നിശ്ചിത അളവിൽ നമ്മൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. യമനിയമങ്ങൾ പാലിക്കുമ്പം നമ്മളിപ്പോ ലിക്കർ തുടങ്ങിയവ ഉപയോഗിക്കാതിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സും ശരീരവും ഒക്കെ നന്നാകുമ്പോൾ നമുക്ക് ഒരു ബാലൻസ്ഡ് മൈൻഡ് ഉണ്ടാകും അല്ലെ. മനസ്സ് ശരീരവും അത് തന്നെയാകും. അപ്പൊ നമുക്ക് സമതുലനമായിട്ടുള്ള ഒരു ജീവിത രീതിക്ക് സാധിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു ഗാർഹസ്ഥ്യ ജീവിതത്തിലാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. അപ്പൊ ഗാർഹസ്ഥ്യ ജീവിതത്തിലാകുമ്പോൾ ഭഗവാന്റെ ചിന്തയും കൂടെ വരുമ്പോൾ നമ്മൾ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും ഈ യമനിയമങ്ങൾ പാലിക്കുമ്പോൾ എന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ആരോഗ്യവർദ്ധനവ്, ഇതൊക്കെ പറഞ്ഞ കാര്യമാണ്. കഴിഞ്ഞ ക്ലാസ് ഇല്ലാത്തവർക്ക് ഒന്നുകൂടെ പറഞ്ഞു. ആരോഗ്യം, നമ്മൾ സസ്യാഹാരം കഴിക്കുന്നു, ആവശ്യമില്ലാത്ത സാധനങ്ങൾ കഴിക്കുന്നില്ല. പിന്നെ
പ്രസാദമായിട്ടാണ് നമ്മൾ സസ്യാഹാരം തന്നെ കഴിക്കുന്നത്. എല്ലാം ഭഗവാൻ അർപ്പിക്കുന്നു. ഭഗവാന്റെ അർപ്പിച്ചിട്ട് ഭഗവാന്റെ ഉച്ചിഷ്ടം അല്ലെങ്കിൽ ഭഗവാൻ കഴിച്ചതിന് ശേഷം അതാണ് നമ്മൾ കഴിക്കുക. എന്ന് വെച്ചാല് എല്ലാം ഭഗവാൻ തരുന്നു. അപ്പം ഭഗവാനോട് നമ്മൾ ഒരു കൃതജ്ഞതയും അറിയിക്കുകയാണ് അതിലൂടെ. അപ്പം ഭഗവാന്റെ ഇതാണ് പ്രസാദം. അനുഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്. ആ ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ അത് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ആഹാരം കഴിക്കണമെന്നാണ് പറയുന്നത്. പാചകം ചെയ്ത് 3 മണിക്കൂറിനുള്ളിൽ നമ്മൾ ആഹാരം കഴിക്കണം എന്നാണ് പറയുന്നത്. അത് ഇതാണ് പല പല അണുക്കളും അതുമെന്നും അതിന് കയറി അതിനെ ചീത്തയാക്കാതിരിക്കുന്ന ആഹാരം കഴിക്കണമെന്നാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അത് സാധിച്ചെന്ന് വരില്ല. ജോലിക്ക് പോകുന്നവർക്കെല്ലാം പ്രത്യേകിച്ചും. അപ്പൊ അത് നമ്മൾ മനസ്സിലെപ്പോഴും ഉണ്ടാകണം. നമ്മുടെ ആരോഗ്യം ആവശ്യമാണ്. കാരണം എന്താ, ഭഗവത് സേവനം ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യണമെങ്കിലും നമുക്ക് ആരോഗ്യം ആവശ്യമാണ്. അപ്പൊ ഇതാണ് ഒരു ദൃഢമായ സൗണ്ട് മൈൻഡിന് സൗണ്ട് ബോഡി എന്ന് പറയാം. ആരോഗ്യപരമായ ശരീരത്തിൽ ആരോഗ്യപരമായിട്ടുള്ള മനസ്സ് പ്രവർത്തിക്കൂ. അപ്പോഴേ നമുക്ക് ഭഗവത് സേവനം ചെയ്യാനായിട്ട് സാധിക്കൂ. മനസ്സമാധാനം ഇത് എല്ലാവർക്കും അറിയാം. ജപം, ദാനം, ക്ഷമ തുടങ്ങിയവയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സമാധാനമുണ്ട്. ശത്രുവിനോട് പോലും നമ്മൾ ക്ഷമ കാണിക്കണമെന്നാണ് പറയുന്നത്. അതൊക്കെ നമ്മൾ ക്രമേണ നമുക്ക് സാധിക്കും. ഇപ്പൊ നമുക്ക് പറയാൻ എളുപ്പം, അത് നടപ്പിലാക്കാൻ നമുക്ക് അത്രത്തോളം നമ്മൾ ഭക്തിയില് ഉയരണം. എന്നാല് നമുക്ക് അതിനൊക്കെ സാധിക്കും. ഇപ്പൊ സന്യാസിമാർ തുടങ്ങിയവര് ശുദ്ധ ഭക്തന്മാർക്കെല്ലാം ഇതെല്ലാം സാധിക്കും. അങ്ങേയറ്റത്തെ ക്ഷമ ഉണ്ടാകും അവർക്ക്. അടുത്ത കുടുംബ ഐക്യം. ഇപ്പൊ നമ്മൾ ഒരുമിച്ചിരുന്ന് ആരാധന നടത്തുന്നു, ജപം നടത്തുന്നു, അതേപോലെ ഭഗവാന്റെ പ്രസാദം കഴിക്കുന്നു. ഇപ്പൊ താല്പര്യം ഇല്ലാത്തവർക്കും ഭഗവാന്റെ പ്രസാദം അവർക്കും നൽകുകയാണെങ്കിൽ അവരും അറിയാതെ ഇതിലോട്ട് വരും, കൃഷ്ണാവബോധത്തിലോട്ട് വരും എന്നാണ് പ്രഭുപാദർ നമുക്ക് പറഞ്ഞത്. അതാണ് പ്രഭുപാദർ അമേരിക്കൻ ഐക്യനാടുകളിലെല്ലാം ചെയ്തത് അല്ലെ. അങ്ങേയറ്റാതെ പതിച്ച ജനതയായിരുന്നു അദ്ദേഹം കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവന്നത്. സമ്പത്തിന്റെ വർധനവ് അത് നമ്മൾ പറഞ്ഞു. സുദാമ തുടങ്ങിയവരുടെ ഉദാഹരണമുണ്ട്. ഒന്നും ചോദിക്കാതെ തന്നെ ഭഗവാൻ നമുക്ക് ആവശ്യമുള്ളത് അറിഞ്ഞു നൽകും എന്നാണ്. അതേപോലെ പ്രതിസന്ധികൾ തരണം ചെയ്യാനും നമുക്ക് സാധിക്കും. എന്താണ്, എപ്പോഴും നമുക്ക് പ്രതിസന്ധി, എപ്പോഴും മനസ്സ് നമുക്ക് ഇതാണ് ആഗ്രഹങ്ങൾ ഒഴിഞ്ഞ സമയം ഇല്ലായിരിക്കും. മനസ്സെന്ന് പറയുന്നത് ഏതാണ്, കൊടുങ്കാറ്റ് പോലെയോ വായുവേഗത്തിലാണ് പോവുക. നമ്മളിപ്പോ ഇത് കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സ് വേറെ എവിടെയെങ്കിലും പെട്ടെന്ന് പോയിന്ന് വരും. അപ്പോ അതൊക്കെ തരണം ചെയ്യാൻ നമ്മൾ ആ സമയം ജപിക്കുകയാണെങ്കിൽ നമുക്ക് അത് സാധിക്കും. കീർത്തനവും ജപവും ഭഗവാന്റെ ലീലകൾ കേൾക്കുക, ഗ്രന്ഥങ്ങൾ വായിക്കുക ഒക്കെ വരുമ്പോൾ നമുക്ക് ഏത് പ്രതിസന്ധി വന്നാലും അതിനൊരു പരിഹാരവും നമുക്ക് കിട്ടാം എന്നുള്ളത്. അപ്പൊ ഭഗവാന്റെ ലീലകളിൽ നിന്ന് തന്നെ നമുക്ക് പല ഗുണപാഠങ്ങളും കിട്ടാം. അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ തരണം ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭഗവത്ഗീത ലൈഫ് മാനുവൽ എന്ന് പറഞ്ഞു അല്ലെ. നമ്മുടെ ജീവിതത്തിനെ ക്രമീകരിക്കുന്ന അല്ലെങ്കിൽ ചിട്ടപ്പെടുത്തുന്ന വഴികാട്ടിയായിട്ട് ഇത് മാറുന്നു ഭഗവത്ഗീത. അപ്പൊ അതിലെ കാര്യങ്ങളെല്ലാം ഭഗവാൻ അർജുനനോട് പറയുന്നത് എല്ലാം തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളാണ്. ധൃതരാഷ്ട്രരാണെങ്കിലും ദുര്യോധനനാണെങ്കിലും എല്ലാം സമൂഹത്തിലുള്ള ആളുകൾ തന്നെയാണ്. അവരുടെ പ്രതിനിധികളായിട്ടാണ് അവരെ കാണേണ്ടത്. അപ്പൊ അതൊക്കെ എങ്ങനെ നമുക്ക് പരിഹരിക്കാം, ഓരോ പ്രശ്നം വരുമ്പം അതൊക്കെ നമുക്ക് ഭഗവത്ഗീതയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ സദാചാരം ധർമ്മങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രതിസന്ധികൾ കുറവായിരിക്കും വരിക എന്നുള്ളതാണ്. നമ്മളെ ക്ഷമയുണ്ടെങ്കിൽ കോപം വരാതിരിക്കുകയാണെങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങൾ തന്നെ പരിഹരിക്കാനായിട്ട് സാധിക്കും. പ്രതിസന്ധികൾ കുറയ്ക്കാനായിട്ടും നമുക്ക് സാധിക്കും. വന്നാലും നമുക്ക് അത് തരണം ചെയ്യാനായിട്ട് സാധിക്കും. ലളിത ജീവിതം
കൃഷ്ണ മാതാജി കേൾക്കുന്നില്ലല്ലോ. നെറ്റ് പോയതാന്ന് തോന്നുന്നു. ആ അതാണ്. ഹരേ കൃഷ്ണ, കേൾക്കാമോ? ഇപ്പം കേൾക്കാം മാതാജി, ആദ്യം ആ, കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ഹരേ നെറ്റ് കൃഷ്ണ. പോയ. ഹരേ കൃഷ്ണ, നെറ്റ് പോയതായിരുന്നു. ഹരേ കൃഷ്ണ, സ്ക്രീൻ കാണാമോ? ഇല്ല, ഒന്നും കാണുന്നില്ല മാതാജി. ഇപ്പോഴ് ഏ വന്നില്ല, ഒന്നും വന്നില്ല, സ്ക്രീനിൽ വന്നില്ല. വന്നിട്ടില്ലേ? ഇല്ല ഇല്ല. ഹരേ കൃഷ്ണ, ഹരേ എന്നെ കൃഷ്ണ. കാണുന്നുണ്ടോ? ആ മാതാജിനെ കാണുന്നുണ്ട്. ആ, ഒരു minute. സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയില്ല. ആദ്യമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു മാതാജി, ഇപ്പോഴാ പോയത്. നെറ്റ് പോയപ്പം വന്ന ആ, പ്രശ്നം. ഇപ്പോഴാ പോയത്. സ്ക്രീൻ ഷെയറിംഗ് ഓപ്ഷനും കാണുന്നില്ല. ഒരു മിനിറ്റ്. ഓ. ഹരേ കൃഷ്ണ മാതാജി, ഇപ്പൊ വരൂ. ഹരേ കൃഷ്ണ മാതാജി, കിട്ടിയോ? ഇപ്പൊ വന്നിട്ടുണ്ടോ? മാതാജി ഹോസ്റ്റലിലായിരുന്നു, അതുകൊണ്ടാ. ആണോ? ആ, ശരി ശരി. ഇപ്പൊ കിട്ടിയോ? ഹരേ ഇപ്പൊ കൃഷ്ണ. അയച്ചോ. കാണുന്നുണ്ടോ മാതാജി? ആ, ഹരേ കൃഷ്ണ. ഇടയ്ക്ക് ഇവിടെ നെറ്റ് പോയതാണ്. ഹരേ കൃഷ്ണ. അപ്പൊ സ്ക്രീനിൽ അടുത്ത വന്നില്ലല്ലോ മാതാജി, ഏ സ്ക്രീനിൽ വന്നില്ലല്ലോ. മോനെ വരൂ. സ്ക്രീൻ ഓപ്ഷൻ കാണുന്നില്ല മോനെ. ഇപ്പൊ ചെയ്യും മാതാജി, ഇപ്പൊ വരും. സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും മാതാജിക്ക്. നേരത്തെ സ്ക്രീൻ ഹോസ്റ്റലിലൊക്കെ സ്ക്രീൻ ഷെയർ വന്നോ? ഇല്ല. മാതാജി ഷെയർ ചെയ്യൂ. ഇപ്പൊ കിട്ടുന്നുണ്ടോ മാതാജി? ഹരേ കൃഷ്ണ ഓക്കെ. മാതാജി, ഇപ്പൊ കാണുന്നുണ്ട് ഓക്കെ മാതാജി. ഓക്കെ. ആ, ഓക്കെ, താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോ അടുത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് യമം. അത് 10 വ്യക്തിപരമായ നിയന്ത്രണങ്ങളെയാണ് യമം എന്ന് പറയുന്നത്. അപ്പൊ അത് ഈ 10 വ്യക്തിപരമായ നിയന്ത്രണങ്ങൾ അതായത് ഏതിനിടയാക്കുന്നു? മനസ്സിനെ നിയന്ത്രിക്കാനും ഇന്ദ്രിയ നിയന്ത്രണത്തിനും ഭൗതികമായിട്ടുള്ള മോചനത്തിനും ഇടയാക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം മനസ്സിന്റെ, നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ചിട്ടുണ്ട്, ശരീരം ഒരു രഥം പോലെയാണ്, അല്ലെ? രഥകൽപ്പന എന്ന് പറഞ്ഞിട്ട് ഒരു താരതമ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരീരത്തിനെ ഒരു രഥമായിട്ട് കണക്കാക്കുന്നു. അതിലെ നമ്മുടെ ശരീരത്തിലെ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ഈ
രഥത്തിലെ 5 കുതിരകളാണ്. ഈ കുതിരകൾ എന്ന് പറയുമ്പോൾ ഭയങ്കര വേഗതയിൽ ഓടുന്ന കുതിരകളാണ്. അപ്പൊ ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹം അങ്ങനെയാണ്, കുതിരകളെ പോലെയാണ്. അതിന് നിയന്ത്രണം ഇല്ലാത്ത ആഗ്രഹങ്ങളായിരിക്കും ഇന്ദ്രിയങ്ങൾ. അപ്പൊ നമ്മൾ ഇന്ദ്രിയ ആസ്വാദനം നമ്മൾ ഭൗതികതയിൽ വരുമ്പോൾ നമുക്ക് അത് വളരെയധികം കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അതിനെ നിയന്ത്രിക്കേണ്ടത് കടിഞ്ഞാണാണ്. ഈ കുതിരകളെ നിയന്ത്രിക്കുന്നത് കടിഞ്ഞാൺ എന്നതുപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടത് മനസ്സാകുന്ന കടിഞ്ഞാണാണ്. പക്ഷെ മനസ്സ് തന്നെ കുതിരയേക്കാൾ വേഗതയിൽ ഓടാൻ നിൽക്കുമ്പോൾ നമുക്കറിയാം മനസ്സ് കുതിരയേക്കാൾ വേഗതയിലാണ് ഓടുക, അല്ലെ? അപ്പൊ അതിന് എത്ര സമയപരിധി ഒന്നുമില്ല. നമ്മൾ ഇപ്പൊ ഒരു നിമിഷത്തിന്റെ എത്രയോ ഒരു അംശത്തിൽ മതി മനസ്സ് എങ്ങാനും പോയിരിക്കും. ചഞ്ചലമാണ് മനസ്സ്. അപ്പൊ ആ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള, ആ മനസ്സെന്ന് പറയുന്ന കടിഞ്ഞാണ് നിയന്ത്രണം ഇല്ലാതെ പോകുമ്പം നമുക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ കടിഞ്ഞാണ് കൊണ്ടാണ് കുതിരകളെ നിയന്ത്രിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇന്ദ്രിയ നിയന്ത്രണത്തിന് ഏതാണ് കടിഞ്ഞാണാകുന്ന മനസ്സാണ് വേണ്ടത്. ആ മനസ്സാണെങ്കിലോ ഏതാണ് കുതിരയേക്കാൾ ഇന്ദ്രിയങ്ങളെക്കാൾ വേഗതയിലുള്ളതാണ്. അപ്പൊ അതിനെ നിയന്ത്രിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അതിലെ യാത്രക്കാരൻ തീരുമാനിക്കണം. രഥത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരൻ, ആ യാത്രക്കാരനാണ് ആത്മാവ് എന്ന് പറയുന്നത്. ആത്മാവ്. അപ്പൊ ആത്മാവും അടുത്ത് ഒരു സാരഥി കാണും, തേരാളി എന്ന് പറയുന്ന ബുദ്ധി, അല്ലെ? അപ്പൊ ഇവ ഒന്നിച്ചു ചേരുമ്പോഴേ നമുക്ക് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാനായിട്ട് സാധിക്കൂ എന്നുള്ളതാണ്. അപ്പം മനസ്സും ബുദ്ധിയും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണിടണം. അത് മനസ്സ് വിചാരിച്ചാലേ സാധിക്കത്തുള്ളൂ എന്നതാണ്. അപ്പൊ അത് നമ്മൾ സാധിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഏതാണ് ഭയം, ക്രോധം, അസൂയ, സ്വാർത്ഥത, അത്യാഗ്രഹം ഇവയെല്ലാം നമുക്ക് സാധിക്കും എന്നാണ്. ആത്മനിയന്ത്രണത്തിന് നമുക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. അത് വ്യക്തിപരമായിട്ടുള്ളതാണ് യമം. അതേസമയം നിയമം എന്ന് പറയുന്നത് ഏതാണ്? ആത്മാവിന്റെ സദ്ഗുണ വികസനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നിയമം. യമം വ്യക്തിപരമായ നിയന്ത്രണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ നിയമം ആത്മാവിന്റെ സദ്ഗുണ വികസനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് സദ്ഗുണങ്ങൾ, നമ്മൾ സത്വഗുണത്തിന്റെ ഏതാണ് 20ഓളം ഗുണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭഗവത്ഗീതയില്. അനുകമ്പ, സഹിഷ്ണുത, കുറച്ചാണ് ഇതില്. സഹിഷ്ണുത, ജീവജാലങ്ങളോടുള്ള ദയ, കാരുണ്യം, പിന്നെ അവബോധം, ഉയർത്തൽ, ആധ്യാത്മിക തലത്തിലേക്കുള്ള ഉയർത്തലിന് ഈ സത്വഗുണത്തില് ഏതാണ് വികസനം സഹായിക്കും എന്നാണ്. അപ്പൊ ആത്മാവിന്റെ സദ്ഗുണങ്ങള് നിയമങ്ങൾ പാലിക്കുമ്പോൾ ഈ സദ്ഗുണ വികാസം ഉണ്ടാകുകയും ആത്മാവിന്റെ സദ്ഗുണ വികാസം ഉണ്ടാകുകയും തമോ രജോ ഗുണത്തിൽ നമ്മൾ ഉയർന്ന് സത്വഗുണങ്ങൾ നമ്മളിൽ പ്രകടമാക്കുകയും അങ്ങനെ നമുക്ക് വരുമ്പോൾ അവബോധം ഉണ്ടാകുന്നു. അങ്ങനെ നമ്മൾ കൃഷ്ണാവബോധത്തിൽ എത്തിച്ചേരാനും ഇടയാക്കുന്നു. കൃഷ്ണാവബോധത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നു? ഭക്തിയുത സേവനവും എല്ലാം ഭഗവത് ചിന്തയും മാത്രമേ നമുക്ക് എപ്പോഴും ഉണ്ടാവുകയുള്ളൂ. അപ്പം അങ്ങനെ ഏതാണ് എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കുകയും ഭഗവാന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുകയും കഥകൾ കേൾക്കുകയും ലീലകൾ കേൾക്കുകയും അതിനെക്കുറിച്ചുള്ള ഡെമോൺസ്ട്രേഷൻസ് നമ്മൾ കാണുകയും പിന്നെ ശ്ലോകം ചൊല്ലുകയും അങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? നമുക്ക് ആധ്യാത്മിക തലത്തിലേക്ക് ഉയരാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. സ്ലൈഡ് ഒന്ന് മാറ്റട്ടെ. നിയമം എന്ന് പറയുന്നത് ഏതാണ്? യമം കഴിഞ്ഞു. നിയമം എന്ന് പറയുന്നത് ധാർമ്മികമായിട്ടുള്ള ആചരണങ്ങളാണ്. ഹരേ കൃഷ്ണ. ഒരു സ്ലൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ്. ഇതിപ്പോ യമം ആണ്. ഏതാണ്? 10 യമങ്ങളാണ്. 10 യമങ്ങളില്
ഒന്നാമത്തത് അത് വ്യക്തിപരമായ നിയന്ത്രണങ്ങളാണ്. അതിൽ ഒന്നാമത് വരുന്ന അഹിംസ, നമ്മൾ പഠിച്ചത് തന്നെ അക്രമരാഹിത്യം, മനസ്സാ വാച കർമ്മണ എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ നോൺ വയലൻസ്, മനസ്സാ വാച കർമ്മണ ഉള്ള നോൺ വയലൻസ്, അതായത് ആരെയും കൊല്ലാതിരിക്കുക എന്ന് മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഏതാ, ആരെയും മനസ്സുകൊണ്ടോ ചിന്തയിൽ പോലും നമ്മൾ ആരിലും ദോഷം കാണരുത്, ആർക്കും ദോഷം വരാൻ നമ്മൾ ആഗ്രഹിക്കരുത്. വാക്കുകൾ കൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ വാക്കുകളൊന്നും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കത്തില്ല, അവരെ വേദനിപ്പിക്കുന്നതായിരിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോ അത് എന്താണ്, ഹിംസയായിട്ട് കണക്കാക്കുന്ന വാക്കുകൾ കൊണ്ടുള്ള ആക്രമണം, പീഡനം അല്ലെങ്കിൽ ഉപദ്രവിക്കൽ, വേദനിപ്പിക്കൽ എല്ലാം അഹിംസയിൽ പെടുന്നില്ല, ഹിംസയായിട്ട് കണക്കാക്കാം. പിന്നെ ചെയ്യുന്ന കർമ്മങ്ങൾ, നമ്മൾ പലതരത്തിലും ദേഹോപദ്രവം ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് വേദനിപ്പിക്കുന്ന തരത്തിലുള്ള മറ്റു പല പ്രവർത്തനങ്ങൾ, ഇപ്പൊ അവരുടെ സ്വത്ത് പിടിച്ചെടുക്കുക, അതൊക്കെ കർമ്മം കൊണ്ട് അവരെ ഏതെന്ന് ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്, ഹിംസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ മറ്റുള്ളവന്റെ മുതൽ നമ്മൾ കട്ടെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് കർമ്മം കൊണ്ട് നമ്മൾ അവരെ വേദനിപ്പിക്കുകയാണ്. അപ്പൊ അക്രമരാഹിത്യം എന്ന് പറയുമ്പോൾ അത് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മൾ ചെയ്യേണ്ടതാണ്. അത് ഒരു കാരണവശാലും ആരിലും ഉത്കണ്ഠ ഉണ്ടാക്കരുത്, ഇവർക്ക് ഒരു പേടി ഉണ്ടാകരുത്, വേദന ഉണ്ടാകരുത് എന്നാണ് പറയുന്നത്. നമ്മൾ ചില വാക്കുകൾ പറയുമ്പോൾ അടുത്തെന്തായിരിക്കും എന്ന്, അടുത്ത് എന്താണ് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് അതിന്റെ ബാക്കിയായിട്ട് എന്നുള്ള ഉത്കണ്ഠ കാണും. അപ്പൊ അങ്ങനെ പാടില്ല, മനസ്സൊട്ടും വേദനിപ്പിക്കാനും പാടില്ല, ശാരീരികമായിട്ടോ മാനസികമായിട്ടോ വേദനിപ്പിക്കാൻ പാടില്ല. അതേപോലെ അത് മനുഷ്യരെ മാത്രമല്ല, ചെറിയ ജീവികളെ പോലും, വലുതും ചെറുതുമായ ജീവികളെ, ഇപ്പൊ മാംസാഹാരം കഴിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ജീവികളെ കൊന്നു ഭക്ഷിക്കുക, ചെറുതും ഉറുമ്പിനെ പോലും കൊല്ലരുത് എന്നാണ് നമ്മള് ജഡഭരതന്റെ കഥ നമുക്കറിയാം. ജഡഭരതൻ എന്താണ്, ചാടി ചാടി നടന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ, പല്ലൊക്കെ ചുമന്നപ്പോഴ്. കാരണം എന്താണ്, ഉറുമ്പിനെ ചവിട്ടുവോ കീടങ്ങളെ ചവിട്ടുവോ എന്ന് പേടിച്ചിട്ടെന്ന് നമ്മൾ ഭാഗവതത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പം അറിഞ്ഞോ അറിയാതെയോ ചെറിയ ജീവികളെ പോലും നമ്മൾ ഉപദ്രവിക്കരുത് എന്ന് പറയുന്നു. നമ്മൾ പലപ്പോഴും പാറ്റയൊക്കെ കൊല്ലാറുണ്ട്. അപ്പൊ നമ്മൾ കഴിയുന്നതും ഹിംസ ചെയ്യരുത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്യാവശ്യമായിട്ട് വന്നാൽ നമുക്ക് അത് കൂടുതൽ ഉപദ്രവകാരിയായിട്ട് വരും എന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അത് ചെയ്യരുത് എന്നാണ്. നമുക്ക് വേണമെങ്കിൽ പാറ്റയെ പിടിച്ച് പുറത്തോട്ട് കളയാം, നമ്മുടെ വീട്ടിൽ കയറി നമുക്ക് ശല്യം ചെയ്യുമ്പോൾ എന്നുള്ളത്. അപ്പൊ വേറെ വഴികൾ, കൊല്ലാതിരിക്കാനുള്ള വഴികൾ ആലോചിക്കും. നമ്മളിപ്പോ അങ്ങനെ ചെയ്യാറുണ്ട്. മുമ്പ് ചെയ്യുന്ന അതേപോലെയുള്ളത് നമ്മൾ കൃഷ്ണാവബോധത്തിൽ വന്നു കഴിഞ്ഞപ്പം നമുക്ക് തന്നെ പല പല മാറ്റങ്ങൾ മറ്റു ജീവികളോടുള്ള സമീപനത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നാണ്. അതേപോലെ തന്നെ ഭൗതിക വസ്തുക്കളോടും ഭൗതിക പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളോടും നമ്മൾ ദയയും അനുകമ്പയും കാണിക്കണം എന്നാണ്. അവയെ ആവശ്യമില്ലാതെ നശിപ്പിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ഒരു ജീവജാലങ്ങൾക്കും നമ്മൾ കാരണം ഭീതിയോ സുരക്ഷിതമില്ലായ്മയോ തോന്നാൻ പാടില്ല എന്നാണ്. അപ്പൊ അത് അങ്ങനെ ഭൗതിക ബന്ധങ്ങൾ ഒഴിഞ്ഞ് ഉദ്ബുദ്ധുക്കളാകാനായിട്ട് ഭഗവത്ഗീത 13-ാം അധ്യായത്തിൽ 12-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ രാമായണത്തിൽ പഠിച്ചിട്ടുണ്ട്, വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ യാഗത്തിന് പ്രൊട്ടക്ഷൻ നൽകാനായിട്ട് കൊണ്ടുപോകുമ്പോ വനത്തിൽ കൂടെ പോകുമ്പോ താടകയുടെ സ്ഥലത്തെത്തുമ്പോൾ പറയാം, അവളെ പേടിച്ചാരും ഈ വഴി നടത്തിയില്ല എന്നാണ്. അപ്പൊ താടക എന്ന രാക്ഷസിയെ കുറിച്ച് പറയുന്നത്. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ പരദൂഷണമൊക്കെ നിർത്തണമെന്നാണ് പറയുന്നത്. നുണ പറച്ചില്, പരദൂഷണം പറച്ചില്, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം. അങ്ങനത്തെ സംസാരമൊക്കെ ഒഴിവാക്കണം. കുറ്റം കണ്ടുപിടിക്കലൊക്കെ നമ്മൾ ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. ആ സമയം നമ്മൾ നാമജപം ചെയ്യുക അല്ലെങ്കിൽ ഭഗവാന്റെ ഏതെങ്കിലും കൃതികൾ വായിക്കുക. അപ്പൊ മറ്റുള്ളവരെ കുറിച്ച് ശരിയാണ്, മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ പഴി പറഞ്ഞിട്ടോ മറ്റുള്ളവര് പഴിചാരി നിന്നിട്ടോ അവരുടെ കുറ്റം കണ്ടുപിടിച്ച് സംസാരിച്ച് നമുക്ക് സമയം കളയാമെന്നേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് നേട്ടങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമ്മൾ ഓർക്കുകയും ചെയ്യണം. അപ്പോൾ അതൊക്കെ നമ്മളിന് ക്രമേണ വരേണ്ട മാറ്റങ്ങളാണ്. അതിനൊക്കെ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അതാണ് അഹിംസ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് പറയുന്നത് സത്യമാണ്, പരമാർത്ഥം.
ട്രൂത്ത് എന്ന് നമ്മൾ പറയും. അപ്പൊ എന്താണ്, അത് തമാശക്കൊക്കെ ചിലര് ഒരുപാട് കള്ളം പറയും. നിർദോഷമായിട്ടുള്ള കള്ളങ്ങളാണ് പറയുന്നതെങ്കിലും അതും ഒഴിവാക്കണം എന്നാണ് ഇവിടെ സത്യം കൊണ്ട് ഉദ്ദേശിക്കുന്ന, പരമാർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്ന. അതേപോലെ തന്നെ നമ്മൾ വാഗ്ദാനങ്ങൾ കൊടുത്താൽ അത് പാലിക്കാനായിട്ട് ശ്രമിക്കണം. നമ്മൾ പറയും വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം എന്ന് പറയും അല്ലെ. അപ്പൊ ചിലർ അവസരം അനുസരിച്ച് വാക്ക് പറയാം, ഞാൻ ഇന്നത് ചെയ്തോളാം അല്ലെങ്കിൽ ഇന്നത് തന്നോളാം എന്നൊക്കെ പറയും. സൗകര്യം പോലെ അതൊക്കെ അങ്ങ് മറന്നുപോയെന്ന് പറയുകയും ചെയ്യും. വാക്ക് പാലിക്കത്തില്ല, അത് അസത്യത്തില് പെടും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ കള്ളം പറയരുത് എന്നുള്ളത് ഒരു കാര്യം. പിന്നെ ഏതാണ്, സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെയും വളച്ചൊടിക്കാതെയും തുറന്ന് സംസാരിക്കണം എന്ന് നമ്മൾ ഏതാണ്, മൂക്കിത്തൊടാനായിട്ട് നമ്മൾ തല ചുറ്റി വന്ന് തൊടുന്ന പോലെയുള്ള സംസാര രീതി, അങ്ങും ഇങ്ങും തൊടാതെയുള്ള ഒരു സംസാരം, അത് നമ്മൾ പലപ്പോഴും ചെയ്യുന്നതാണ്. അപ്പൊ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് നമ്മൾ പറയില്ല. അപ്പൊ തുറന്ന് സംസാരിക്കണം എന്ന് പറയും. തുറന്ന് സംസാരിക്കുന്നതും ഏതാണ്, കേൾക്കുന്നവനും ആരെക്കുറിച്ചാണോ പറയുന്നത് പറയുന്നയാളിനും കേൾക്കുന്നയാളിനും ദോഷം വരാത്ത സത്യങ്ങളെ നമ്മൾ പറയാവൂ എന്നുമുണ്ട്. ഇപ്പൊ നമ്മൾ സത്യം പറയുമ്പോ നീ കരിക്കട്ട പോലെ ഇരിക്കുന്ന ഒരു കുട്ടിയുടെ മുഖത്ത് നോക്കി പറയുമ്പോ ആ കുട്ടിയുടെ മാനസിക അവസ്ഥ എന്തായിരിക്കും? ഇപ്പൊ നമ്മളെടുത്ത് പറഞ്ഞാൽ നമ്മള് നമുക്കൊന്നുമില്ല അല്ലെ, അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറയും. അതേസമയം ഒരു കുട്ടിയെടുത്ത് പറയുക അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ഈ തലത്തിൽ എത്താത്തവരടുത്ത് പറയുമ്പം അവർക്കത് മാനസിക വിഷമത്തിന് ഇടയാക്കും. അപ്പൊ നമ്മൾ സത്യം പറയുമ്പോൾ അവർക്ക് വേദനിക്കുന്ന സത്യങ്ങൾ നമ്മൾ പറയാതിരിക്കുക എന്നുള്ളതുമാണ്. അപ്പൊ എന്ത് ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും നമ്മൾ സംസാരിക്കുന്ന ആരോടാണോ സംസാരിക്കുന്നത് അവരുടെ മാനസിക അവസ്ഥയൊക്കെ അറിഞ്ഞുള്ള സംസാരം ചെയ്യാനായിട്ടുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ കാരുണ്യം ചൊരിയുന്ന തരത്തിലുള്ള സത്യം മാത്രം നമ്മൾ പറയുക എന്നുള്ളതാണ്. കേൾക്കുന്നയാളിന് സന്തോഷം വരുന്ന തരത്തിലെ നമ്മൾ സത്യമാണെങ്കിലും പറയാവൂ. അപ്പൊ നമുക്ക് ചൊല്ലുണ്ടല്ലേ, സത്യത്തിന്റെ മുഖം എപ്പോഴും കറുത്തിരിക്കും എന്ന് പറയും. അപ്പൊ സത്യമാണെങ്കിലും അത് കേൾക്കുന്നവന് സന്തോഷം കൊടുക്കുക അല്ലെങ്കിൽ അയാൾക്ക് മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടാക്കുകയോ ചെയ്യുന്നെങ്കിൽ ആ സത്യം തുറന്നു പറയാതിരിക്കുക എന്നുള്ളതാണ്. ഇവിടെയും പറയുന്നു, മറ്റുള്ളവരുടെ നുണയും അപകീർത്തിയും ഉണ്ടാക്കുന്നതിലും മുഴുകാതെ സ്ഥലകാല ബോധത്തോടെ നമ്മൾ സംസാരിക്കണം. നമ്മൾ തന്നെ ചിലപ്പോൾ നമുക്ക് തന്നെ പലർക്കും തോന്നിയിട്ടുണ്ട്, ഞാൻ ഇതിപ്പോ പറയേണ്ടിയില്ലായിരുന്നു എന്ന് നമുക്ക് തോന്നാറുണ്ട്. പറഞ്ഞു കഴിഞ്ഞു, അപ്പൊ പറയേണ്ടിയില്ലായിരുന്നു, അത് അവിടെയല്ല പറയേണ്ടിയിരുന്നത് എന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതാണ് സ്ഥലകാല ബോധത്തോടെ വേണം നമ്മൾ സത്യമാണെങ്കിൽ സംസാരിക്കേണ്ടത് എന്നാണ്. ന്യായമായ കൃത്യമായ വ്യക്തതയുള്ള ചർച്ചകളായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ സത്യം എന്ന് പറയുമ്പോൾ അത് ശരിയായിരിക്കണം, കൃത്യമായതായിരിക്കണം, വ്യക്തതയുള്ള കാര്യങ്ങളായിരിക്കണം. അല്ലെങ്കിൽ അതിന് വേറെ ഇന്റർപ്രിട്ടേഷൻസ്, വ്യാഖ്യാനങ്ങൾ പലതും വരും. അതേപോലെ തന്നെ ഒരിക്കലും നമ്മൾ കള്ളസാക്ഷി പറയരുത് എന്നുള്ളത്. അപ്പൊ നമുക്ക് അറിയാം, ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം വരുമ്പോ നീ അത് കണ്ടോ, ഞാനത് കണ്ടു, ഞാൻ അതിന് ദൃക്സാക്ഷിയാണ് എന്ന് പറയും. വാസ്തവത്തിൽ കണ്ടിട്ടുണ്ടാവില്ല, കേട്ടറിഞ്ഞതായിരിക്കാം. അങ്ങനെ കേട്ടറിഞ്ഞത് സത്യമല്ലായിരിക്കാം. അപ്പൊ നമുക്കറിയാം, ഒരു കാര്യം ഒരാൾ പറയുമ്പോ വേറൊരാളുടെ അടുത്ത് പറയുമ്പോ ശരിക്കും സത്യമാണെങ്കിൽ കേട്ടയാള് അടുത്ത് വേറൊരാളുടെ അടുത്ത് പറയുമ്പോ കുറച്ചും കൂടെ ചേർത്തോ അല്ലെങ്കിൽ അതിന് വ്യത്യാസം വരും അല്ലെ, അതേപോലെ ആയിരിക്കത്തില്ല. അപ്പൊ നമ്മുടെ പ്രഭുപാദർ ഭഗവത്ഗീത യഥാരൂപം എന്ന് പറഞ്ഞു. നമ്മൾ ആ യഥാരൂപത്തിലായിരിക്കത്തില്ല നമ്മളുടെ അവതരണം വരിക എന്നാണ്. അപ്പൊ പണത്തിന് വേണ്ടിയിട്ട് കള്ളസാക്ഷി പറയുന്നത് ഇപ്പൊ സാധാരണമാണ്. അപ്പൊ അതുകൊണ്ട് അതൊന്നും നമ്മൾ ചെയ്യരുത്. സത്യമായ രീതിയിൽ പണസമ്പാദനം, ധനസമ്പാദനം എല്ലാം സത്യമായ രീതിയിൽ നടത്താവൂ എന്നാണ്. പിന്നെ ഇവിടെ ചൂതുകളിയിലൂടെയൊക്കെയാണ് നമ്മൾ പലരും പണം ചീട്ടുകളി എല്ലാം, അതൊക്കെ ഒഴിവാക്കണം എന്നാണ്. കള്ളസാക്ഷി പറഞ്ഞാൽ ശിക്ഷിക്കേണ്ടയാൾ ശിക്ഷിക്കപ്പെടാതെ പോകും, അതും നമ്മളായിട്ട് ചെയ്യാൻ പാടില്ല എന്നാണ്. അടുത്ത മൂന്നാമത്തത് ആസ്തേയം, കളവ് ചെയ്യാതിരിക്കൽ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അടുത്ത ലെവൽ 3 പഠിക്കും ഈശോപനിഷത്ത്. അതിൽ പറയുന്നുണ്ട് ഈശാവാസം ഇതം സർവം എന്ന് നമ്മൾ പറയുന്നുണ്ട്.
പഠിക്കുന്നുണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ ഈ ബ്രഹ്മാണ്ടത്തിൽ കാണുന്നതെല്ലാം ഭഗവാന്റേതാണ്, ഭഗവാന്റെ സൃഷ്ടികളാണ്, ഭഗവാന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ഓരോരുത്തർക്കും നിശ്ചിത അളവിനുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അവ മാത്രമേ നമ്മൾ സ്വീകരിക്കാവൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മളുടേതല്ലാത്തത് എടുക്കുന്നത് ദൈവത്തിന് കോപമുണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ ദൈവത്തിന് നിരക്കാത്തതായിട്ട് വരും. അതൊരു തരത്തിലുള്ള കളവായിട്ട് മാറുന്നു എന്നാണ്. അതേപോലെ നമ്മൾ ആരുടെയെങ്കിലും സാധനം എടുക്കുന്നെങ്കിൽ അത് അവരുടെ അനുവാദത്തോടു കൂടി വേണം അത് എടുക്കാൻ എന്നുള്ളതും ആണ്. അപ്പൊ ആരുടെയും വക പിടിച്ചു പറിക്കുകയോ തട്ടിപ്പറിക്കുകയോ, അതേപോലെ കുട്ടികളെ പോലെ കുട്ടികൾക്ക് എന്താണ് എല്ലാം എന്റേതാണ് എനിക്ക് മാത്രം എന്നുള്ള ഒരു പൊസസീവ് നേച്ചർ ഉണ്ടല്ലേ. ആ സ്വഭാവം നമ്മൾ മുതിർന്നവരിൽ പാടില്ല. കുട്ടികൾക്ക് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുകയും വേണം. അപ്പൊ എല്ലാം എന്റേത് എന്നുള്ള എനിക്ക് മാത്രമേ ആകാവൂ എന്നുള്ള ആ സ്വഭാവം. പിന്നെ അത്യാഗ്രഹം, അവിടെ അത്യാഗ്രഹം കൊണ്ടാൽ നമുക്ക് നമ്മുടേതല്ലാത്തത് കൈക്കാലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ആരുടെങ്കിലും പണം കടം വാങ്ങുന്നത്, കടം വാങ്ങാതിരിക്കാനാണ് നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടത്. ആരോടും നമ്മളിൽ ഉള്ളത് വെച്ച് നമ്മൾ ചെലവാക്കുക എന്നുള്ളതാണ് മിതവ്യയം അല്ലെ. അതുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളത് മാത്രം നമ്മൾ ചെലവാക്കുക, നമ്മുടെ വരവനുസരിച്ച് ചെലവാക്കുക. അതൊക്കെ നമ്മൾ അല്ലാതെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ അത് പോരാഞ്ഞിട്ടുള്ളത് അത്യാഗ്രഹം കൊണ്ടാണ്, ധൂർത്ത് കൊണ്ടാണ്, ധാരാളിത്തം കാണിക്കാം, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഷോ എന്ന് നമ്മൾ പറയത്തില്ല, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കടം വാങ്ങിച്ച് ഓരോന്ന് ചെയ്യുന്നത്. അത് പാടില്ല എന്നുള്ളതാണ്. അഥവാ അത്യാവശ്യത്തിന് ചിലപ്പോൾ നമുക്ക് കടം വാങ്ങിക്കേണ്ടി വന്നാലും അത് പറഞ്ഞതുപോലെ ഏറ്റവും ഏർലിയസ്റ്റ്, ഏറ്റവും എപ്പോഴാണ് കൊടുക്കണം, ഏറ്റവും നേരത്തെ എന്ന് വെച്ചാൽ അത് അപ്പോഴ് തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അപ്പം അതും നമ്മൾ സത്യസന്ധതയോടെ ചെയ്യുന്ന, കള്ളം ചെയ്യാതിരിക്കുന്ന, പണം കടം വാങ്ങിച്ചിട്ട് മുങ്ങുന്ന ആളുകളാണ് നമ്മളെപ്പോഴും പത്രത്തിലും TV-യിലെല്ലാം കാണുന്നത്. അത് പാടില്ല എന്നാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ അവരെല്ലാം വളരെ പ്രശസ്തരായിരിക്കും. അത് പലരും ചെയ്യുന്നതാണ്. അവരുടെ പേരും പെരുമയും വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ സാധിക്കാൻ ശ്രമിക്കും. നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ പ്രശസ്തിയും പേരും എല്ലാം ഉപയോഗിക്കാം എന്നാണ്. അങ്ങനെ ഉപയോഗിക്കാം നമുക്ക് അത്യാവശ്യം കാര്യം നേടണമെങ്കിൽ. പക്ഷെ അത് അവരുടെ പെർമിഷനോട് കൂടി ആയിരിക്കണം. ചിലപ്പോൾ അത് ചെയ്യാതെ നമ്മളൊരു കാര്യം ഒരാളിന്റെ പേര്, ഏതെങ്കിലും ഒരു ബന്ധുവിന്റെ പേര് പറഞ്ഞിട്ട് എന്തെങ്കിലും നേടുമ്പോ ഈ നേടിയ ആള് മറ്റേ ആളിനെ കാണുമ്പോ, ചെയ്തു തന്ന ആളിനെ കാണുമ്പോ അതിന്റെ ആ ബന്ധു പറഞ്ഞ് എന്റെ അടുത്ത് ഇന്ന കാര്യം വാങ്ങിച്ചു, അല്ലെങ്കിൽ ഞാൻ അവൻ ഇന്നത് ചെയ്തു കൊടുത്തു എന്നൊക്കെ പറയാം. അപ്പൊ അതവരുടെ പേര് നമ്മള് മിസ്യൂസ് ചെയ്യുന്നതാണ് അല്ലെ, ദുരുപയോഗം ചെയ്യുന്നതായിട്ട് വരും. അത് പാടില്ല. അത് ചിലപ്പോൾ ആളിനത് ഇഷ്ടമാകത്തില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോ നമ്മള് അത് ഉപയോഗിക്കാൻ പാടില്ല. ആരുടെയും ഫേവർ അനാവശ്യമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഈ കളവ് ചെയ്യാതിരിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് പറയുന്നത് ബ്രഹ്മചര്യ, അതായത് ദൈവിക പെരുമാറ്റം ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്കറിയാം. ബ്രഹ്മചര്യം നമ്മൾ ഗാർഹസ്ഥ്യ ജീവിതത്തിലും ബ്രഹ്മചര്യം പാലിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ പറയും. ബ്രഹ്മചര്യം ഒരു പീരീഡ് തന്നെയുണ്ട്. ബ്രഹ്മചര്യം പീരീഡ് ആദ്യത്തെ പഠനകാലം. അത് കഴിഞ്ഞാലും വൈവാഹിക ജീവിതത്തിൽ വന്നാലും നമ്മൾ ബ്രഹ്മചര്യം പാലിക്കേണ്ടതുണ്ട്. നമ്മൾ അത് അതേപോലെ അത് ഇന്ദ്രിയ ആസ്വാദനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും ബ്രഹ്മചര്യം പാലിക്കാതെ വരുന്നത്. അതാണ് അനാവശ്യമായിട്ടുള്ള ആഗ്രഹങ്ങളും മോഹങ്ങളും കാരണം ആണത് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ വിവാഹ ഇതര ബന്ധങ്ങളും എല്ലാം ഈ ബ്രഹ്മചര്യ ലംഘനമായിട്ട് നമുക്ക് കണക്കാക്കാം. അതേപോലെ നമ്മൾ ബ്രഹ്മചര്യത്തിൽ നിലനിൽക്കണമെങ്കിൽ നമ്മൾ ആ തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുക, സിനിമ കാണുക, TV-യിലാണെങ്കിലും അല്ലെങ്കിൽ ഫോട്ടോസ് കാണുന്നത്, അങ്ങനെയൊക്കെയുള്ളതെല്ലാം, വസ്ത്രധാരണം, സംസാര രീതി അല്ലെ, അതൊക്കെ എന്ത് ചെയ്യണം, നല്ല രീതിക്കുള്ളത് ആയിരിക്കണം എന്നാണ്. അപ്പൊ ബ്രഹ്മചര്യത്തിന് ലംഘനം വരാത്ത തരത്തിലുള്ള ഡ്രസ്സിങ്ങും അതുപോലെ സംസാരവും ഒക്കെ അങ്ങനെ ആയിരിക്കണം. എളിമയായിട്ടുള്ള ജീവിതം നയിക്കുമ്പോൾ നമുക്ക് ബ്രഹ്മചര്യത്തിന് ലംഘനം വരാതെ നമുക്ക് നോക്കാനായിട്ട് പറ്റും. മറ്റേത്
ലിംഗത്തോടുള്ള ആകർഷണമൊക്കെ നമ്മളുടെ മനസ്സിനെ നിയന്ത്രിച്ച് നമ്മൾ ബ്രഹ്മചര്യത്തിൽ പുലരുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഇതൊക്കെ മനുഷ്യന്റെ ഭൗതികതയിൽ വരുമ്പോൾ നമുക്കത് നാച്ചുറലായിട്ട് തോന്നുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. നിയന്ത്രണം, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ സാധിക്കും. വാക്ക്, ചിന്ത, പ്രവൃത്തി ഇവയെല്ലാം സത്യസന്ധമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ജീവിതത്തില് ദാമ്പത്യ ജീവിതത്തിലാണെങ്കിൽ പോലും ബ്രഹ്മചര്യത്തിന് പ്രാധാന്യമുണ്ട്. അത് നമ്മുടെ ആത്മനിയന്ത്രണത്തിലൂടെയും പിന്നെ മനസ്സിന്റെ നിയന്ത്രണത്തിലൂടെയും അതേപോലെ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തിലൂടെയും പിന്നെ നമ്മുടെ ഒക്കെ നമുക്ക് ചിന്തയും പ്രവൃത്തിയും എല്ലാം നിയന്ത്രിക്കാനായിട്ട് സാധിക്കും എന്നാണ്. ക്ഷമ പലപ്പോഴും ഇല്ലാത്തതൊന്നാണ് സഹനശീലം. നമ്മളിപ്പോ കൃഷ്ണാവബോധത്തിൽ വന്നിട്ട് നമുക്ക് കുറച്ച് ക്ഷമയൊക്കെ ഉണ്ട്. ഇപ്പൊ ഒരാള് എതിർത്ത് സംസാരിച്ചാലും നമുക്കത് കേട്ടിരിക്കാനായിട്ടുള്ള ഒരു പിന്നെ കഴിവുണ്ട്. പിന്നെ പല ആചാര്യന്മാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരാൾ ചീത്ത വിളിച്ചു എന്ന് വെച്ചോളാം. ചീത്ത വിളിക്കുമ്പോൾ നമ്മൾ ഉടനെ അതിന് നമ്മൾ അതേപോലെ അതേ ടോണില് അതേ ലെവലിൽ തന്നെ അങ്ങോട്ട് മറുപടി പറയുന്നത് നമുക്ക് രണ്ടു കൂട്ടുകാർക്കും ആരോഗ്യപരമായിട്ട് നല്ലതല്ലായിരിക്കും. അത് പിന്നെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുക. അപ്പൊ ആചാര്യൻ പറഞ്ഞത് ഞാൻ കേട്ടത് പറഞ്ഞിട്ട് പോയിട്ട് ആള് പറഞ്ഞു, നമ്മുടെ ശരീരത്തിൽ അതൊന്നും ഏൽക്കുന്നില്ലല്ലോ, അയാളുടെ ആരോഗ്യമല്ലേ പോയത്. അതുകൊണ്ട് നമ്മള് ക്ഷമയോടെ കേട്ടിരുന്നാ മതി. നമ്മളെ അത് സ്പർശിക്കുന്നേ ഇല്ല, ബാധിക്കുന്നേ ഇല്ല എന്ന ചിന്തയിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അയാൾ പറഞ്ഞത് അയാളുടെ അടുത്ത് തന്നെ ഇരിക്കുക. അയാളുടെ നാക്കുകൊണ്ട് അയാൾ പറഞ്ഞു, അയാളുടെ ആരോഗ്യം കളഞ്ഞ് അയാൾ എന്ത് ചെയ്തു, ഭയങ്കരമായിട്ട് അട്ടഹസിച്ച് സംസാരിച്ചു. പക്ഷെ അത് നമ്മളെ ബാധിക്കുന്നില്ല, നമ്മുടെ ശരീരത്തിനെ മനസ്സിനെ അതെന്ത് ചെയ്യുന്നില്ല, ഏൽക്കുന്നില്ല എന്ന അവസ്ഥയിലാണെങ്കിൽ അയാൾക്ക് അതുകൊണ്ട് നഷ്ടമുള്ളൂ എന്നാണ് ആചാര്യൻ പറയുന്നത്. അപ്പൊ അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ക്ഷമയോടെ വേറെ ആളുകൾ പറയുന്ന വാക്കും പ്രവൃത്തിയും ക്ഷമയോടെ നമ്മള് ക്ഷമിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നിയന്ത്രണ വിധേയമല്ലാത്ത സന്ദർഭത്തിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, മനഃപൂർവ്വം ക്ഷമ വരുത്തി നമ്മൾ ആ അവസരം എന്ത് ചെയ്യണം, ആ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ രക്ഷാമോചനം നേടണം എന്നുള്ളതാണ് പറയുന്നത്. മറ്റുള്ളവർ അവരുടെ രീതിക്ക് പെരുമാറിക്കൊള്ളട്ടെ, പക്ഷെ നമ്മൾ അത് ഒരു തരത്തിലും സ്വാധീനിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ മുതിർന്നവരോട് മാത്രമല്ല കുട്ടികളോടും ക്ഷമയോടെ പെരുമാറണം, അവരോട് ധൃതി വേണ്ട എന്നാണ് പറയുന്നത്. അപ്പൊ കുട്ടികളടുത്തും മുതിർന്നവരടുത്തും വളരെ ക്ഷമയോടെ പെരുമാറാനായിട്ട് സാധിക്കുക. അപമാനങ്ങൾ പൊറുക്കാൻ നമുക്ക് സാധിക്കണം. മാനാപമാനങ്ങൾ ഒരേ തലത്തിൽ ഒരേ സമതുലന അവസ്ഥയില് സമഭാവനയോടെ നമ്മൾ കാണണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭഗവത്ഗീതയില് സുഖവും ദുഃഖവും വരുമ്പോഴ് ദ്വന്ദ്ങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ദ്വന്ദ്ങ്ങൾ, മാനാപമാനങ്ങൾ എല്ലാം പൊറുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പൊ നമ്മൾ അതിനെ പറയുമ്പോ പ്രഹ്ലാദ രാജകുമാരൻ അച്ഛൻ ഇത്രയും ക്രൂരമായിട്ട് പെരുമാറിയിട്ട് ക്ഷമയുടെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്, പ്രഹ്ലാദ രാജകുമാരൻ ഭഗവാൻ നരസിംഹമൂർത്തി പ്രത്യക്ഷപ്പെട്ടപ്പോ എന്ത് വരം വേണം എന്ന് ചോദിച്ചപ്പോ അച്ഛനോടും എല്ലാം ക്ഷമിക്കണേ, അച്ഛന് മാപ്പ് കൊടുക്കണേ എന്ന് പറഞ്ഞു എന്നാണ്. അപ്പൊ ഭഗവാൻ അച്ഛന് മാത്രമല്ല പിന്നെ 21 തലമുറയോട് ക്ഷമിച്ചു അല്ലെ എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്ഷമയ്ക്ക് ഉദാഹരണം നമുക്ക് ഭഗവത്ഗീതയിൽ നിന്നും ഭാഗവതത്തിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നിശ്ചയദാർഢ്യത്തോടെ ക്ഷമിക്കും, കോപിക്കത്തില്ല, തിരിച്ചു പറയത്തില്ല എന്നൊക്കെ നമ്മൾ ഒരു തീരുമാനം എടുത്താൽ നമുക്കത് സാധിക്കും എന്നാണ് പ്രഭുപാദ പറയുന്നത്. നമ്മൾ സാധാരണ പറയും 2 കൈ കൊട്ടിയാലേ ശബ്ദം ഉണ്ടാക്കൂ. നമ്മളെ കുടുംബ ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണത്. 2 കൈ കൊട്ടിയാലേ ശബ്ദം ഉണ്ടാവൂ. അപ്പൊ 1 കൈ കൊട്ടിക്കൊണ്ട് പോട്ടെ, ശബ്ദം ഉണ്ടാകത്തില്ല. അപ്പൊ ഒരാൾ സംസാരിച്ചു ബഹളം വെച്ചാലും മറ്റേയാള് അതിന് പ്രതികരിക്കുന്നില്ല എങ്കിൽ ആദ്യം പറഞ്ഞയാള് തനിയെ നിർത്തിക്കോളും. പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്നുള്ള ഒരു തോന്നലില് അവരത് നിർത്തിക്കോളും എന്നാണ്. അടുത്ത് സ്ഥിരത എന്ന് പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ. നമുക്ക് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിലെ മാതാജി. ഹരേ കൃഷ്ണ.
ഉവ്വ മാതാജി. അപ്പം ഞാൻ മാതാജിയെ ഹോസ്റ്റ് ആക്കാം. ഉദയകൃഷ്ണ മാതാജി. വാഞ്ചകൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യേവ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ ഭക്തവൃന്ദ की जय. श्रील प्रभुपाद की जय. गुरु महाराज की जय. श्रीमद् भगवद गीता की जय. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण. വിരജ മാതാജി എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കണേ. ആ മാതാജി അല്ലേ ഹോസ്റ്റ് ആയത്? അല്ല, എന്നെ ഹോസ്റ്റ് ആക്കൂ. എന്റെ ലൈവ് ക്ലോസ് ചെയ്തിട്ടാ വിരജ മാതാജി. എവിടെ മാതാജി ലൈവ്? ലൈവ് ഞാൻ ക്ലോസ് ചെയ്തോളാം, എന്നെ ഹോസ്റ്റ് ആക്കിയാൽ മതി.